ചുമരിൽ കൂറ്റൻ പല്ലിയെപ്പോലെ വീണ്ടും ഡ്രാക്കുള. മെയ് 15. എൻ്റെ മീന, നീ പുരുഷന്മാരെയും അതിശയിപ്പിക്കുന്ന ധൈര്യമുള്ളവളെന്ന് കരുതി കുറിക്കുകയാണോ? ദാ ആ ഭയപ്പെടുത്തുന്ന കാഴ്ച വീണ്ടും. ഡ്രാക്കുള വലിയ പല്ലിയെപ്പോലെ കൂട്ടമതിൽ ഇഴഞ്ഞു കയറുന്നു, ഇറങ്ങുന്നു. ഏതോ ഗുഹയിലേക്ക് ഊളിയിടും പോലെ മറയുന്നു. ഞാൻ ആവുന്നത്ര അദ്ദേഹത്തെ നോക്കി. എങ്ങോട്ടെന്ന് കണ്ണിൽപ്പെടുന്നില്ല. അദ്ദേഹം കൊട്ടാരം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഞാനൊരു വിളക്കമെടുത്ത് ചെന്ന് വാതിലുകളൊക്കെ തള്ളി നോക്കി. നിഷ്ഫലം. പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും ബന്ധിതം. ഹാളിലേക്ക് നടന്നു. ഇതാദ്യമായാണ് ഞാൻ കൽപ്പടികൾ ഇറങ്ങി ഞാൻ ഹാളിൽ കടന്നത്. ഹാളിൽ വാതിൽ കുറ്റികളെ അകറ്റിക്കിട്ടും ചങ്ങലക്കൊളുത്ത് ഊരികിട്ടും കതക് അകത്ത് പോട്ടു വീണിട്ടാണ്. പുറത്തുനിന്ന് തുറക്കാൻ താക്കോലുണ്ടാകുമോ? ഞാൻ കയറി ഇറങ്ങി അരിച്ചു പെറുക്കി. ഇടനാഴികളിലൂടെ ചെന്ന് മുറികളുടെ വാതിലുകൾ തള്ളി നോക്കി. ഫലമില്ല. ചില ചെറിയ മുറികൾ തുറന്നിട്ട് തന്നെ അവിടെ പൊടിയും വലിയുമൊക്കെയായി ചിതലരിച്ച് കുറെ ആക്രിസാധനങ്ങളല്ലാതെ ഒന്നുമില്ല. ഒരു വാതിൽ തള്ളവേ പഴയ വിജാഗിരി ഒന്ന് കറവറ കൂട്ടി. വീണ്ടും തള്ളവേ പാളികൾ ചലിച്ചു. പലതവണ ശ്രമിച്ചപ്പോൾ എൻ്റെ പ്രതീക്ഷയുടെ വിജാഗിരിക്കൊപ്പം പാളികൾ മലർന്നു. സമയം പാഴാക്കിക്കൂടാ. ഞാൻ അകത്ത് കിടന്നു. ഡ്രാക്കുള കൊട്ടാരത്തിൻ്റെ താഴത്തെ നില. മുറികൾ തെക്കോട്ട് ഒരു നിരയായി കാണപ്പെടുന്നു. തെക്കേ അറ്റത്തുള്ള മുറിയിൽ തെക്കും പടിഞ്ഞാറും ഭാഗത്ത് ജനലുകൾ കണ്ടു. അവ തുറന്നു നോക്കവേ രണ്ട് ദിക്കിലും വൻമലകൾ, കൂറ്റൻ പാറക്കെട്ടുകൾ ചേർന്നാണ് കോട്ട. കാറ്റിന് പോലും കടന്നു വരാനാവാത്ത അവസ്ഥ. ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നുയർന്ന മലകൾ, പടിഞ്ഞാറ് വിശാലമായ താഴ്വാരം. ഇവിടത്തോട് ചേർന്നുള്ള മുറികളിലാകാം കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾ പാർത്തിരിക്കുക. ഞാൻ നോക്കി. ജനാലകൾ മറയിട്ടിരുന്നില്ല. പരന്ന നിലാവട്ടത്തിൽ ഗൃഹോപകരണങ്ങൾ കാണാം. എൻ്റെ കയ്യിലെ വിളക്കിൻ്റെ സഹായമില്ലാതെ തന്നെ. എങ്കിലും ഈ വിളക്ക് എനിക്കൊരു ധൈര്യം തന്നെ. എൻ്റെ ഉൾഭയം വിളക്കിനെ വിറപ്പിക്കുന്നുണ്ട്. ഈ പ്രഭുവിൻ്റെ ദുരൂഹമായ പ്രകൃതങ്ങളുമൊത്ത് എൻ്റെ മുറിയിൽ കഴിയുന്നതിനേക്കാൾ ഇവിടെ നിൽക്കാൻ സമാധാനം തോന്നുന്നു. ഒരു മേശമേൽ കയറി വിളക്കം പിടിച്ച് ഞാനിരുന്നു. പിന്നെ വിളക്ക് താഴ്വച്ച് പണ്ട് സുന്ദരിമാർ പ്രേമലേഖനം എഴുതിയിരുന്നിരിക്കാവുന്ന ഈ മേശമേൽ ഞാൻ എൻ്റെ ഡയറി തുറന്നു വെച്ച് പേനയെടുത്തു. മെയ് 16 പ്രഭാതം. മീനെ, നീ കേൾക്കുക. ഈശ്വരൻ ഇന്നെന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതിരുന്നെങ്കിൽ. വലിയ അരക്ഷിതബോധം എന്നെ ഭയപ്പെടുത്തുന്നു. എങ്കിലും എല്ലാം തുറന്നു വിവരിക്കുന്നത് മനസ്സിനെ ഒട്ട് സമാധാനിപ്പിക്കും. കരുണാമയനായ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ ഒരുങ്ങവേ പ്രഭുവിൻ്റെ ആ താക്കീത് ഓർമ്മയിലെത്തി. കരുതൽ വേണം. ഡയറിയും പേനയും പോക്കറ്റിലാക്കിയെങ്കിലും ഒരു ചിന്ത: പ്രഭുവിനെ അനുസരിക്കണം. നിലാവും കുളിരും ചേർന്നൊരു സുഖം. പുറത്ത് നിലാവിൽ കുളിച്ച സ്വാതന്ത്ര്യം. ഒരു തീരുമാനമെടുത്തു. എന്തു വന്നാലും ഇന്നിനി ആ ചെകുത്താൻ്റെ മുറിയിലേക്ക് ചെല്ലില്ല. ഉറക്കം ഇവിടെ. പണ്ട് ലാവണ്യവതികളായ അങ്കനമാർ, പ്രിയ കാമുകർ യുദ്ധഭൂമിയിൽ പൊരുതുമ്പോഴും ആ വേദന അമർത്തിവെച്ച് അവർ ഇവിടെ ആടുകയും പാടുകയും ചെയ്തു. ദാ ഈ സോഫ നീക്കിയിടട്ടെ. അതിൽ കിടന്നാൽ എനിക്ക് പുറം ലോക ചാരുത ആവോളം ആസ്വദിക്കാം. നിറയെ പൊടിയാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ കിടന്നു. മയങ്ങിയോ? മയങ്ങിയിരിക്കാം. വിശ്വാസം വരുന്നില്ല. ആ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നെന്ന് എങ്ങനെ കരുതാൻ? ദാ തറയിലെ ധൂളിമേൽ പാദപടിവുകൾ ഞാൻ കണ്ടു. എൻ്റെ മുമ്പിൽ നിലാവെട്ടത്തിൽ മുഴുകി 3 തരുണികൾ. അവരുടെ നിഴലുകൾ കണ്ടില്ല. നിഴലുകളില്ലാത്തവരോ? അവർ എന്നെ സമീപിക്കുന്നു, എന്നെ നോക്കുന്നു, തമ്മിലെന്തോ പറയുന്നു. 2 പേർക്ക് സുന്ദരമായ കറുപ്പ് വർണ്ണം, സുനാസാപുടങ്ങൾ. പ്രഭുവിൻ്റെ മക്കളോ? തിളക്കമുള്ള കണ്ണുകൾ. ആ 3ാമത്തവൾ ഏറെ സുന്ദരിയും. സ്വർണ്ണ നൂലിഴകൾ കുത്ത കൂന്തൽ, രത്നത്തിളക്കമുള്ള നയനങ്ങൾ. ഇവളെ ഞാൻ കണ്ടിട്ടുള്ളത് സ്വപ്നത്തിലോ? വശമാർന്ന വെളുത്ത ദന്തനിര 3ആൾക്കും. ആ മാതള ചുണ്ടുകൾക്കിടയിൽ അവ ശോഭിക്കുന്നു. ഒരു ചുംബന സുഖത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. വേണ്ട, ഇതെൻ്റെ ഡയറിയിൽ പകർന്നാൽ കുഴപ്പമാകും. മീനെ, നീ പിണങ്ങും. പിണങ്ങല്ലേ? ഞാൻ കുറിക്കാം. ആ സുന്ദരികൾ അടക്കം പറഞ്ഞു. പിന്നെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിക്ക് സംഗീതമാധുരി. എങ്കിലും ആ സമയം മനുഷ്യൻ്റേതല്ലെന്ന് തോന്നൽ. എടീ, തുടങ്ങ്. നീ തുടങ്ങ്. മറ്റവൾ: ആദ്യം നീ മതി, പിന്നെ ഞങ്ങൾ. ആദ്യത്തെ അവകാശി നീ തന്നെ, ഒരുത്തി പറഞ്ഞു. കരുത്തുള്ള യുവകോമളൻ. നമുക്ക് മാറി മാറി മതി വരും വരെയാകാം. ഞാൻ കിടക്കുകയാണ്. ഒളി കണ്ണിട്ട് നോക്കവേ അവൾ വരുന്നു. മെല്ലെ എൻ്റെ മേലമർന്നു. ആ അനുഭൂതി മധുരതരം. അവളുടെ ഉച്ഛ്വാസത്തിന് സുഗന്ധം. ആ സുഗന്ധത്തിനിടയിലും ചോരയുടെ ഗന്ധം. ഭയം എൻ്റെ കൺപോളകളെ അമർത്തിവെച്ചു. എങ്കിലും ഞാൻ കാണാൻ ശ്രമിച്ചു. അവൾ മുട്ടുകുത്തി നിന്ന് നുണയുന്നു. ആ മുഖകാന്തി, അവളുടെ ചുണ്ട് എൻ്റെ മുഖമൊഴിഞ്ഞ് താഴേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ആ സുഖമനുഭവിച്ച് അനങ്ങാതെ കിടക്കവേ അവളുടെ ചുണ്ട് എൻ്റെ താടിയിലമർന്ന്
കഴുത്തിലേക്ക് വഴുതിയിറങ്ങുന്നു. ഇപ്പോൾ എൻ്റെ കഴുത്തിൽ അവളുടെ മൂർച്ചയുള്ള പല്ലുകൾ സ്പർശിക്കുന്നത് ഞാൻ അറിയുന്നു. വേദനയില്ലെങ്കിലും ചോരയുടെ ഗന്ധം മൂക്കിലെത്തി. അവൾ ചുണ്ടുനുണയുന്ന സ്വരം. ഹൃദയമിടിപ്പ് കൂടുന്നു. കണ്ണു തുറക്കവേ ദാ അടുത്തേക്ക് വരുന്നു ഡ്രാക്കുള പ്രഭു. അതും ഇതും തോന്നലാണ്. പ്രഭു മിന്നായം പോലെ പാഞ്ഞ് അവളെ പുറകോട്ട് വലിച്ചു നിർത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ആ കനൽ ഞാൻ കണ്ടു. പ്രഭു പല്ലു ഞെരിച്ചു. അവളെ അദ്ദേഹം തട്ടി ദൂരെ എറിഞ്ഞു. പിന്നെ മറ്റേ പെണ്ണുങ്ങളുടെ നേർക്കൊരു കൈകുടയിൽ. അന്ന് ആ ചെന്നായ്ക്കളുടെ മുന്നിൽ കൈകുടഞ്ഞത്. എങ്ങനെ ധൈര്യം വന്നു നിനക്കൊക്കെ? പ്രഭു അലറി. പൊയ്ക്കോ. ഞാൻ അനുവദിക്കാത്തിടത്ത് എങ്ങനെ വന്നു? അയാളെ മേലിൽ സ്പർശിച്ചു പോകരുത്. അയാൾ എൻ്റേതാണ്. മറിച്ചായാൽ ഒരുപാട് കണക്ക് തീർക്കേണ്ടി വരും. അവൾ ഒരു കുലടകയെ പോലെ ചിരിച്ചു. നിങ്ങൾക്കൊരിക്കലും പ്രേമിക്കാൻ അറിയില്ല. പിന്നെ കൂട്ടുകാരികളും ഒത്തൊരു വല്ലാത്ത ചിരി ചിരിച്ചു. പ്രഭു മുറുമുറുക്കുന്നത് ഞാൻ കേട്ടു. അതോ കേട്ടതല്ല, ഇങ്ങനെ പറഞ്ഞത് എനിക്കുമെല്ലാം അറിയും. അത് നിങ്ങൾക്കറിയാത്തതല്ല. എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ചുംബനം. ഞാൻ ഇയാളെ ഉണർത്തട്ടെ. ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ഞങ്ങൾക്കും വിശപ്പുണ്ട്. ഒരുത്തി പ്രഭു കൊണ്ടുവന്ന് വെച്ച ഒരു ചാക്കുകെട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഇത് പ്രഭു എന്തിനോ അനുവാദം നൽകിയ ഭാവം. ആ ചാക്കുപുതിക്കുള്ളിൽ എന്തോ ഉരുളകൾ. ഒരുവൾ ചാടി വീണ് കെട്ടു തുറന്നു. എൻ്റെ കാതുകൾ എന്നെ അത് വിശ്വസിപ്പിച്ചു. പിടയുന്ന ഒരു കുഞ്ഞിൻ്റെ മരണവെപ്രാളം. അവർ ചാക്കുകെട്ട് കൈക്കലാക്കി മറിയവേ ഞാൻ ഭയന്ന് വിറച്ചു. തുറക്കാത്ത വാതിൽ പാളികൾക്കിടയിലൂടെ അവരെങ്ങനെ കടന്നുപോയി. ഞാൻ ജനാലയിലൂടെ അവരുടെ നിഴൽ മറയുന്നത് കണ്ടു. ഞാൻ ബോധം കെട്ടു. ഉണരുമ്പോഴും ഞാൻ എൻ്റെ മുറിയിലെ കിടക്കയിൽ കണ്ടതും അനുഭവിച്ചതും സത്യമെങ്കിൽ എന്നെ എൻ്റെ തന്നെ കിടക്കയിലെത്തിച്ചത് പ്രഭു തന്നെ. എത്ര ആലോചിച്ചിട്ടും എന്താണ് ഉണ്ടായതെന്നതിനെക്കുറിച്ച് നിശ്ചയം പോരാ. എൻ്റെ ഊരിയിട്ട കുപ്പായത്തിലെ ചടവുകൾ ആരോ കൂട്ടിപ്പിടിച്ചുയർത്തിയപ്പോൾ വന്നതുപോലെ. പതിവായി മുടങ്ങാതെ വാച്ചിന് കീ കൊടുത്തിരുന്നത് നടന്നിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള നിഗമനങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ഇനി പ്രഭു തന്നെ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വസ്ത്രമൊക്കെ മാറ്റിത്തന്ന് കിടത്തിയെങ്കിൽ കുറെ ക്ലേശിച്ചിരിക്കണം. പക്ഷേ എൻ്റെ പോക്കറ്റിലെ ഡയറി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കണ്ടിരുന്നെങ്കിൽ ഇതും പേടിപ്പെടുത്തുന്ന മുറി തന്നെ. എങ്കിലും തമ്മിൽ ഭേദം ഇവിടെ ആ ചോരയക്ഷികൾ.